ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്നും പറയുന്ന പോലെ തന്നെ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കല്ല, ഇതൊരു ബ്ലീച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. ഇതിലിപ്പോൾ എൻ്റെ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് വിസിബിൾ ആണെന്ന് ക്യാമറയിൽ അത്ര എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് നേരിട്ട് നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് തന്നെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സ്കിൻ വൈറ്റനിങ് ബ്ലീച്ചാണ് കേട്ടോ ഇത്. നമ്മുടെ മുഖത്തുള്ള രോമത്തിൻ്റെ കളറെല്ലാം മാറാൻ സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഉണ്ടല്ലോ, അത് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നല്ല കട്ടിക്കുള്ള പുളി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഇത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. ഞാൻ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പാക്കറ്റ് അടക്കം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പല ഫേസ് പാക്കുകളിലും കസ്തൂരി മഞ്ഞൾ ഇടുമ്പോൾ അതിൻ്റെ കളർ ഇതല്ല, മഞ്ഞയല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വരാറുണ്ട്, ക്രീമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് 100% എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഈ കസ്തൂരി മഞ്ഞളാണ് ഞാൻ വാങ്ങാറ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പാക്കറ്റ് അടക്കം കാണിച്ചു തന്നത്. ഇത് കസ്തൂരി മഞ്ഞൾ തന്നെയാണ് ഞാൻ ഇടുന്നത് എന്നുള്ള രീതിക്ക് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നാം ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലമാവാണ്. പിന്നെ ഫേസ് പാക്ക് എന്നല്ല, ഇതൊരു ബ്ലീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കടലമാവല്ലാത്തവർക്ക് കോൺഫ്ലോർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിന് നല്ല റിസൾട്ടാണ് കിട്ടുക. അത് ഒരു ടേബിൾ സ്പൂണോളം കടലമാവ് എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നല്ല കട്ടിയിലുള്ള പുളിവെള്ളം, നല്ല കട്ടിക്കുള്ള പുളിവെള്ളമാണ് ഇതിന് വേണ്ടത്. ഈ ഒരു പുളിവെള്ളമാണ് നമ്മളെ ഈ ചെറിയ ചെറിയ രോമങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഇതാ കസ്തൂരി മഞ്ഞളും കൂടിയും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ കറികളിൽ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ പ്രിസർവേറ്റീവ്സ് എല്ലാം ആഡ് ചെയ്ത മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് മൂന്നും കൂട്ടിയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്നും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് തേനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തേന് സ്കിപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ, തേന് നിർബന്ധമായിട്ടും ഇതിൽ ആഡ് ചെയ്യണം. നമ്മൾ ഈ പുളി ഇട്ടിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ തേന് കുറച്ച് ആഡ് ചെയ്യുന്നത് നല്ലതാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം. നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം തേന് ഒരുപാട് സഹായിക്കും. അപ്പോൾ തേനില്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബോട്ടിൽ തേന് വാങ്ങുക നിങ്ങൾ, എന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം തേന് മതി. അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മുഖത്തിലുള്ള കരുവാളിപ്പ് മാറാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ രോമത്തിൻ്റെ എല്ലാം കളറ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാനിതൊരു ബ്ലീച്ച് എന്ന് പറയുന്നത്. കാരണം നമ്മളെ ഫേസിൽ ബ്ലീച്ച് ചെയ്താൽ നമുക്ക് മുഖം നല്ലൊരു ഗ്ലോ വരില്ലേ, നല്ലൊരു ഗ്ലോ കിട്ടൂലേ, അതുപോലെയാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് ഇതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഫേസിൽ ഇട്ടാൽ മതി കേട്ടോ. ചിലർക്ക് എന്തെങ്കിലും അലർജി, ചിലർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാവും, ചിലർക്ക് പുളി പറ്റാത്തത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം നിങ്ങളെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് കൈകളിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒന്നും പ്രശ്നമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് സെൻസിറ്റീവ് സ്കിന്നുകാരിലാണ് മെയിനായിട്ട് ഈ പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്ത് മുഖത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് കേട്ടോ, തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 25 മിനിറ്റ് ഫേസിൽ വെക്കുക. എന്നിട്ട് വെള്ളത്തിൽ കഴുകിക്കളയുക. ആ കഴുകുന്ന സമയത്ത് തന്നെ മുഖം ഇങ്ങനെ വെളുത്ത് വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നല്ലൊരു കളറാണ് കിട്ടുക, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടും. പക്ഷേ ആ ഒരു ഗ്ലോ നമുക്ക് ആ ഒരു 24 hours ആ ഒരു ദിവസം മാത്രമേ നിലനിൽക്കൂ. നിങ്ങൾക്ക് ഇത് ഡെയിലി ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞാൽ ഒരു ബ്ലീച്ച് ചെയ്യുന്നത് പോലെയാണ്. മാസത്തിൽ 2 പ്രാവശ്യമല്ലേ നിങ്ങൾക്കിത് ചെയ്യാം. അതുപോലെ നല്ലോണം ടാൻ അടിച്ചിരിക്കുന്ന സമയത്തെല്ലാം ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഡെയിലി ഒന്നും വെച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.